മനുഷ്യർ പരസ്പര സഹകരണത്തോടു കൂടെ കഴിയേണ്ടവരാണ്. സഹകരണത്തോടു കൂടെ അല്ലാത്ത ജീവിതം ഈ ലോകത്ത് ദുസ്സഹമായിരിക്കും. കാരണം എല്ലാവരും ഒരേ കഴിവുള്ളവരല്ല. ചിലർക്കുള്ള കഴിവ് മറ്റുള്ളവർക്ക് ഉണ്ടായിരിക്കണമെന്നില്ല. കഴിവുള്ളവർ ഇല്ലാത്തവർക്ക് സഹായം നൽകി പരസ്പരം സഹകരിക്കുന്നുവെങ്കിൽ മാത്രമേ സന്തോഷകരമായ ജീവിതം ഇവിടെ സാധ്യമാകൂ. സാമ്പത്തികമായി ഉയർന്നവർ താഴ്ന്നവരെ സഹായിച്ചും ശാരീരികമായ കഴിവുള്ളവർ അല്ലാത്തവർക്ക് വേണ്ട സഹകരണം നൽകിയും ഇങ്ങനെ പരസ്പരമുള്ള സഹകരണം സാമൂഹ്യജീവിയായ മനുഷ്യന് കൂടാതെ കഴിയുകയില്ല, അനിവാര്യമാണ്. ഇനി ഒരു സഹായവും മറ്റൊരാൾക്ക് ചെയ്തു കൊടുക്കാൻ കഴിയുന്നില്ലെങ്കിലും ഒരാളെക്കൊണ്ടും മറ്റൊരാൾക്ക് ദ്രോഹമേൽക്കാൻ പാടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു തിരുവചനത്തിലൂടെ പറയുന്നു, അൽ മുസ്ലിമു മൻ സലിമൽ മുസ്ലിമൂന മിൻ ലിസാനിഹി വയദി. ഒരു യഥാർത്ഥ വിശ്വാസിയുടെ കരങ്ങളിൽ നിന്നും അവൻ്റെ നാക്കിൽ നിന്നും മറ്റുള്ളവരെല്ലാം സുരക്ഷിതരായിരിക്കും. അഥവാ യഥാർത്ഥ വിശ്വാസികൾ മറ്റുള്ളവരെ ശകാരിക്കുകയോ തെറി അഭിഷേകം നടത്തുകയോ അവരെ പരദൂഷണം പറയുകയോ കുറ്റപ്പെടുത്തുകയോ ചെയ്യുകയില്ല. അതുപോലെ ശാരീരികമായി തനിക്ക് കഴിവുണ്ടെങ്കിൽ പോലും മറ്റുള്ളവർക്ക് ഉപകാരം ചെയ്യുക എന്നല്ലാതെ ഉപദ്രവിക്കുകയില്ല. ഇങ്ങനെ തന്നെക്കൊണ്ട് മറ്റാർക്കും പ്രയാസം വരാത്തവരാണ് യഥാർത്ഥ വിശ്വാസികളെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉണർത്തുന്നത്. ഒരിക്കൽ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറഞ്ഞു, അള്ളാഹുവിൻ്റെ പ്രവാചകരെ, അല്ലിംനി ഷൈഅൻ അന്തഫിഉ ബി, അങ്ങ് എനിക്ക് ഉപകാരപ്രദമായൊരു കാര്യം പഠിപ്പിച്ചു തരണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഇഅ്സിലിൽ അദാ അൻ ത്വരീഖിൽ മുസ്ലിമീൻ, വിശ്വാസികൾ നടന്നു പോകുന്ന വഴിയിൽ നിന്ന് അവർക്ക് പ്രയാസം സൃഷ്ടിക്കുന്ന വസ്തുക്കളെല്ലാം നീ എടുത്തു മാറ്റുക. ഇതാണ് ഉപകാരപ്രദമായ പ്രവർത്തനമായി അബൂ ഹുറൈറക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചു കൊടുത്തത്. ഇങ്ങനെ മറ്റുള്ളവർക്കുള്ള പ്രയാസങ്ങളെ നീക്കിക്കൊടുക്കുകയും മറ്റുള്ളവർക്ക് ഉപകാരം ചെയ്യുകയും ചെയ്യുന്നതിന് വലിയ മഹത്വവും വലിയ പുണ്യവും ഇസ്ലാം വാഗ്ദാനം ചെയ്തിട്ടുമുണ്ട്. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, സ്വർഗത്തിലുണ്ട് ഒരു മനുഷ്യൻ. ആ മനുഷ്യൻ സ്വർഗത്തിൽ വരാനുള്ള കാരണം ജനങ്ങൾ നടക്കുന്ന വഴിയിൽ നിന്ന് ഒരു മരക്കൊമ്പിനെ വെട്ടിമാറ്റി കൊടുത്തത് കാരണമായിട്ടാണ്. ലഖദ് റഅയ്തു റജുലൻ യതഖല്ലബു ഫിൽ ജന്ന ഫീ ഷജറത്തിൻ ഖതഅഹ അൻ ലഹരി ത്വരീഖ് കാനത് തുഅ്ദിൽ മുഅ്മിനീൻ. വിശ്വാസികളെ പ്രയാസപ്പെടുത്തിയിരുന്ന ഒരു മരക്കൊമ്പിനെ വഴിയിൽ നിന്ന് അദ്ദേഹം മുറിച്ചു മാറ്റിയത് കാരണം ഒരു മനുഷ്യൻ സ്വർഗത്തിൽ തുള്ളിച്ചാടി നടക്കുന്നതായി, സ്വൈരവിഹാരം നടത്തുന്നതായിട്ട് ഞാൻ കണ്ടു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിവരിക്കുകയാണ്. ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹു ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ചുരുക്കത്തിൽ മറ്റുള്ള ആളുകൾക്ക് ഉപകാരം ചെയ്തു കൊടുക്കുക എന്നത് പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിൽ വലിയ പ്രതിഫലാർഹമായ കാര്യമാണ്. അങ്ങനെ മറ്റുള്ളവർക്ക് ഉപകാരം ചെയ്യാൻ ഒരാൾക്ക് സാധിക്കുന്നുവെങ്കിൽ അദ്ദേഹം വലിയ ഭാഗ്യവാനുമാണ്.